അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കടബ സോൺ മുസ്ലിം ജമാഅത്ത് നായകരിക സ്വാഗതം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. സദഖല്ലാഹു മൗലാനൽ അദീം വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന വശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട നേതാക്കളെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ഏറ്റെടുക്കുകയും നിയന്ത്രിക്കുകയും ആഖിബത്ത് നന്നാക്കുകയും ചെയ്തു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കാലനൂറ്റാണ്ട് മുമ്പ് തുടങ്ങിവെച്ച ഈ മഹത്തായ അശ്അരിയ സ്ഥാപനം ഇന്ന് അത് പടർന്നു പന്തലിച്ചു സന്തോഷമുള്ള വിഭാഗത്തേക്ക് അത് എത്തുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ശ്രമങ്ങൾ ഒന്ന് രണ്ട് ആളുകളുടേതല്ല, ഒരുപാട് ആളുകളുടെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കൊല്ലത്തിൽ നടക്കുന്ന വാർഷികങ്ങളുണ്ട്. ആ മഹത്തായ പരിപാടിയിലേക്ക് ആഹ്വാനം, ആമന്ത്രണം വരുമ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നു. എന്താണോ ആവശ്യമുള്ളത് ഈ സ്ഥാപനങ്ങൾക്ക് നാം അത് നൽകുകയും ചെയ്യുന്നുണ്ട്. നമ്മിൽ നിന്ന് നാം കൊടുക്കുന്നു, നമ്മുടെ പ്രവർത്തകരിൽ നിന്നും നാം കൊടുക്കും. ബഹുമാനപ്പെട്ട വാലമുണ്ടോ ഫൈദി ഉസ്താദ് സൂചിപ്പിച്ചു, പേരുള്ള അബൂബക്കർ അയാളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളത് കൊല്ലം തോറും കൊടുക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് സ്നേഹിച്ചതിൻ്റെ പേരിലാണ് അവർ അത് നൽകുന്നത്. എത്ര ആളുകളാണ് ഇന്ന് ഈ സ്ഥാപനത്തിന് വേണ്ടി സന്തലുകൾ വന്നു. എന്തൊക്കെ സാധനങ്ങളാണ്, വിഭവങ്ങളാണ് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നൽകിയത്. ഉമ്മമാരുടെ, ബാപ്പന്മാരുടെ, സഹോദരങ്ങളുടെ, സഹോദരികളുടെ സഹായങ്ങളാണ് അതിലുള്ളത്. ഈ സഹായങ്ങളുടെ കാരണത്താൽ ഈ മഹത്തായ സ്ഥാപനങ്ങൾ വളരുന്നുണ്ട്. നമുക്കിത് ആവശ്യമാണ്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ് നാം. സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പണം നൽകേണ്ടവരാണ് നാം. സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഏതെല്ലാം റൂട്ടുകളിൽ സഹകരിക്കാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. കാരണം ഇവിടെ പഠിക്കുന്നത് കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. ആ കുട്ടികൾ, വിദ്യാർത്ഥികൾ ഇൽമു പഠിക്കുമ്പോൾ അവരുടെ ജീവിതം മാറ്റാരൂപത്തിൽ അവർ വേർപാട്, നല്ലൊരു പ്രവർത്തനമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ചേഞ്ചസ് ആണ് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾ കള്ളന്മാരാകേണ്ടതിന് വേണ്ടിയല്ല, കളവ് പറയാൻ വേണ്ടിയല്ല, ദരോട ചെയ്യാൻ വേണ്ടിയല്ല, കഞ്ചാവിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയല്ല, അന്യ പെൺകുട്ടികളുടെ പിന്നാലെ പോകാൻ വേണ്ടിയല്ല, ഉമ്മ ബാപ്പന്മാരെ ധിക്കരിക്കാൻ വേണ്ടിയല്ല. അത് മുഴുവനും മരിച്ചു ഇവിടെ പഠിപ്പിക്കുന്നത് നല്ലൊരു പാന്താവിലൂടെയാണ്.
നമ്മുടെ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചർ നന്നാക്കണം എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഈ മഹത്തായ സ്ഥാപനത്തിൽ വളർന്ന കുട്ടികൾ SSFന്റെ കുട്ടികളാണ്, SBS-ന്റെ കുട്ടികളാണ്, SYS-ന്റെ നേതാക്കളാണ്, മുസ്ലിം ജമാഅത്തിന്റെ നായകന്മാരായി വരുന്നവരാണ്. അൽഹംദുലില്ലാഹ് ആ നിലക്ക് പ്രവർത്തകന്മാർ വളരുമ്പോൾ ഇന്ത്യ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. എന്തൊക്കെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ സംഭവിച്ച ഒരു സംഭവം മുടിപ്പു ഭാഗത്തിൽ നടന്നു. പാണമംഗളൂർ ആലടുക്ക അഷ്റഫ് സഖാഫി ഉസ്താദ് സവനൂർ അവരുടെ ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ബസ് കയറി തന്റെ സ്കൂൾ ചീല ബാഗ് കയ്യിൽ പിടിച്ച് ആ ബസ്സിലിരുന്ന സമയം മറ്റൊരു കുട്ടി പിടിച്ചു വലിക്കുകയും ചെറിയൊരു കെട്ട് ജിപ്പെടുത്ത് ഉള്ളിലിടുകയും 1000 ഉറുപ്പിക അല്ലെങ്കിൽ ഇപ്പോൾ കേസ് കൊടുക്കും, ഫോൺ വിളിച്ചു പറയും എന്ന് പറഞ്ഞു പേടിപ്പിച്ചു. ഈ ബാഗിലിട്ടത് കഞ്ചാവിന്റെ ചെറിയ പാക്കായിരുന്നു. പക്ഷേ ആ ബാഗിന്റെ ഉടമയായ അനസ് എന്ന വിദ്യാർത്ഥി ഉടൻ തന്നെ ബന്ധപ്പെട്ടവരോട് അറിയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. എങ്കിൽ നമ്മുടെ വിദ്യാർത്ഥിനികൾ കഞ്ചാവിന്റെ അടിമകളാകാൻ വേണ്ടി സമയം ദൂരമില്ല, ചെറിയ നിമിഷങ്ങൾ മതി. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ച് നാം എന്നും ജാഗ്രത ഉള്ളവരാകണം. അവർ നമുക്ക് കിട്ടണം, നമ്മുടെ മക്കളാകണം, അവരുടെ ദുനിയാവ് നന്നാകണം, അവരുടെ ആഖിറം നന്നാകണം. ആ മഹത്തായ ഉദ്ദേശങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾക്കുള്ളത്. ആ മഹത്തായ ഉദ്ദേശങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കുള്ളത്. ഇസ്ലാം എന്നും അത് വളർന്നതാണ്, ഇസ്ലാം എന്നും അത് ഉയർച്ചയിലാണുള്ളത്. നാം എന്ത് പഠിച്ചാലും ചിലപ്പോ പഴമയായി കാണാം, പക്ഷേ ഇന്നും അത് പുത്തരിയായി തന്നെ, പുതുമയുള്ളതായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ പത്രത്തിൽ വന്നു സയന്റിസ്റ്റ് വിഭാഗം കണ്ടുപിടിച്ചു, ടോയ്ലറ്റിൽ പോയ ഒരാള് കൂടുതൽ നേരം അവിടെ ചെലവഴിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് പുറത്തു വരണം എന്നുള്ള ഒരു സയന്റിസ്റ്റ് വാചകങ്ങൾ, വിജ്ഞാനികളുടെ വാചകങ്ങൾ ഇന്നലത്തെ പത്രത്തിൽ കൂടി വന്നു. എന്നാൽ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചതാണ്. ഫിഖഹിന്റെ കിതാബിൽ കാണാം ടോയ്ലറ്റിൽ പാലിക്കേണ്ട അദബുകളെ സംബന്ധിച്ച് ടോയ്ലറ്റിലേക്ക് പോയാൽ നമ്മുടെ ആവശ്യം എന്താണോ എത്രയും പെട്ടെന്ന് തീർത്ത് ക്ലിയറായി പുറത്തു വരണം എന്നാണ് ഇസ്ലാം പണ്ടേ പഠിപ്പിച്ചത്. ഇന്ന് സയന്റിസ്റ്റ് വിഭാഗം അത് പ്രചരിപ്പിക്കുന്നു എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓരോ വിഷയം നിങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇസ്ലാം അത് എന്നും അത്ഭുതമായി തന്നെ കാണുന്നുണ്ട്. എന്റെ വാക്ക് ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ആദേശിച്ചിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ, ഓരോന്നായി പാലിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒന്നാമതായി പ്രതിഫലം കിട്ടുന്നു, രണ്ടാമതായി ജീവിതം നന്നാകുന്നു, മൂന്നാമതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമായി ഒപ്പിയെടുക്കാൻ അത് കാരണമായി തീരുന്നു, നാലാമതായി ഇസ്ലാമിനെ കുറിച്ച് ആരെല്ലാം അപശബ്ദങ്ങൾ ലോകത്തിൽ പരത്തുന്നുണ്ടോ അവകൾക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതം എന്നും മുമ്പന്തി നിൽക്കാൻ അത് കാരണമായി തീരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതം മറ്റുള്ളവർ കാണുമ്പോൾ നന്നാകുന്ന രൂപത്തിൽ ഉണ്ടായതുപോലെ ആരുമില്ലാത്ത സമയത്തും രഹസ്യ ജീവിതവും അത് നന്നാവേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടതല്ലേ, അല്ലാഹുമ്മ ജിഅൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ വജിഅൽ അലാനിയതനാ സ്വാലിഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ജിഅൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ. യാ അല്ലാഹ്, പരസ്യ ജീവിതം എന്തുണ്ടോ ആ ജീവിതം വളരെ സന്തോഷമുള്ള പ്രദർശന രൂപത്തിൽ നമുക്ക് നന്നാകും. അയാൾ നല്ല ആളാണ്, അയാൾ നല്ല പ്രഭാഷകനാണ്, അയാൾ പ്രബന്ധം എഴുതാൻ പറ്റിയ ആളാണ്, ലീഡറാണ്, നേതാവാണ്, മുഖണ്ഡം എന്നൊക്കെ നാം പറയും. പക്ഷെ ഉൾജീവിതമോ പ്രയാസപ്പെട്ടതാണെങ്കിൽ, തെറ്റുകുറ്റങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതമാണെങ്കിൽ എന്ത് പ്രയോജനമാണുള്ളത് മുഅ്മിനീങ്ങളെ? അല്ലാഹുമ്മ ജിഅൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ. പുറം ലോകം നമ്മെ ബഹുമാനിക്കുമ്പോൾ, റെസ്പെക്ട് നമുക്ക് നൽകുമ്പോൾ, അത്
ബാഹ്യമായ ഷോ കാണുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അതിനേക്കാൾ ഏറെ രഹസ്യ ജീവിതം റബ്ബേ നമ്മുടേത് നീ നന്നാക്കണേ എന്നുള്ള ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തിയത് നാം എന്നും അത് പാലിക്കേണ്ടതാണ് എന്ന് ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കുട്ടികളോട്, ഈ സ്ഥാപനത്തിൽ വളർന്ന അശ്അരികളോട് ഈ സമയം ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെന്നും ഈ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യണം, ഇതിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി. ബഹുമാനപ്പെട്ട സുബൈൽ ഉസ്താദ്, ആ മഹാനരുടെ ആഖിറം നന്മ വളരെ നമ്മുടെ സന്തോഷത്തിലുള്ളതാണ്. അവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് ഉൾമാർ ഉസ്താദ് നേരത്തെ നമ്മോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട വലമുണ്ട് ഉസ്താദ് കൂട്ടി പറഞ്ഞു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ആ മഹാന്മാരുടെ തണൽ നമുക്കും എന്നും എന്നും ഉണ്ടാകണം. ദുനിയാവിലും കിട്ടണം, ആഖിറത്തിലും നമുക്കത് ലഭിക്കണം. അല്ലാഹു അതിന്റെ വഴികളെ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മളെന്നും നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ, നല്ലതേ ചെയ്യാൻ പാടുള്ളൂ. അത് ചെയ്യുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളുടെ നോട്ടം നമ്മുടെ ഭാഗത്തേക്കുണ്ടാകും, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമ്മുടെ ഭാഗത്തേക്കുണ്ടാകും. അത് ഉള്ള വളർച്ചയുള്ള ഉയർച്ചയുള്ള മുഅ്മിനീങ്ങളുടെ ലീസ്റ്റിൽ നാം പെടണം. അല്ലാഹു തആല പറയുന്നു, ഓ മുഅ്മിനീങ്ങളെ വഫ്അലുൽ ഖൈറ, നല്ലത് പ്രവർത്തിക്കുക. എന്തിനു വേണ്ടി? ലഅല്ലകും തുഫ്ലിഹൂൻ, ദുനിയാവിൽ മരണം നിമിഷം വരെയുള്ള ജീവിതം നന്നാകാൻ വേണ്ടി പോരാ, മരണത്തിന് ശേഷം ഖബറുൽ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി മതിയാവല. ആഖിറത്തിൽ മഹ്ശറയിൽ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടുന്നത് വരെ ആ ജീവിതം സന്തോഷത്തിലാകണം. ഖൈർ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നമ്മളൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസരം നൽകിയതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.